ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വന്നത് സോണിയുടെ ഒരു കാർ സ്റ്റീരിയോയാണ്. ഇതിന് ഓഡിയോ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഏതോ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി 3 ചാനൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് കംപ്ലൈൻറ്റ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് സപ്ലൈ ഒക്കെ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇത് സപ്ലൈയുടെ വയറ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. FM മോഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം, ഏത് ചാനലാണ് വർക്ക് ചെയ്യുന്നില്ലാത്തത് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിയർ ലെഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് ലെഫ്റ്റ് ഉണ്ട്, ഫ്രണ്ട് റൈറ്റ് വർക്ക് ചെയ്യുന്നില്ല നിലവിൽ. അപ്പോൾ എന്തായാലും ഒന്ന് പീസാക്കി നോക്കാം. നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ബാക്ക് വശം. ഓക്കെ, IC കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആവാനേ സാധ്യതയുള്ളൂ. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്രൂ കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട്, ബോർഡ് നമ്മൾ വെളിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ട് വാലിൽ കണക്ട് ചെയ്തിട്ട് സ്പീക്കർ ലൈൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ബോർഡിൽ നിന്ന് വരുന്നുണ്ടോ, ICലേക്ക് പിന്നോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നിലവിൽ ഗ്രേ കളറാണ് വർക്ക് ചെയ്യാത്തത്. ICലേക്ക് കറക്റ്റായിട്ട് ട്രാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സെല്ല് വരുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അതും കറക്റ്റായിട്ട് ICലേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് വാല് കണക്ട് ചെയ്ത് സ്പീക്കറും കണക്ട് ചെയ്തിട്ട് ICയിൽ ഓഡിയോ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി 3 ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ചാനൽ മാത്രമാണ് വർക്ക് ചെയ്യാത്തത്. സെറ്റ് സപ്ലൈ ഓണാക്കിയിട്ടുണ്ട്. ഓഡിയോ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഓണാക്കുന്ന സമയത്ത് ടക്കെന്നൊരു സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്, ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല ഫ്രണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് IC റിമൂവ് ചെയ്തിട്ട് IC ഒന്ന് ചേഞ്ച് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി 3 ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, നന്നായിട്ട് IC ഹീറ്റ് ആവുന്നുണ്ട്. ICയുടെ ലെഗ് ഫുള്ള് ഡിസോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ IC നമുക്ക് മാറ്റിയിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓഡിയോ.
അപ്പോൾ എന്തായാലും വേറെ ഐ സി മാറ്റിയിടാം. ഇന്നലെ യൂസ്ഡ് ഐ സി ആണ്, വേറെ സ്റ്റീരിയ കിടന്നാണ്. എന്തായാലും നമുക്ക് ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ സി കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഹീറ്റ് സിങ്ക് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഐ സിയുടെ ലെഗെല്ലാം സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്തിട്ട് ബോഡി ചെക്ക് ചെയ്യാം. ഇപ്പം ഫുള്ള് ലെഗ് മൊത്തം സോൾഡർ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സപ്ലൈ കൊടുത്ത് നോക്കാം. ഐ സിയുടെ സോൾഡറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് ബാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ വർക്ക് ചെയ്യാതിരുന്ന ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീക്കർ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാതിരുന്ന ചാനൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ചാനലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഫ്രണ്ട് ലെഫ്റ്റ് ഇതായിരുന്നു വർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ആ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്. ഇപ്പോൾ ചാനലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഐ സി കംപ്ലൈൻറ്റ് മാത്രമുള്ളായിരുന്നു. സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു ചാനൽ മാത്രം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.